ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ACCAയുടെ പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയാം, PM-ൻ്റെ പേപ്പർ 60 മാർക്സിന് ഒബ്ജക്റ്റീവും ബാക്കി 40 മാർക്സിന് സബ്ജക്റ്റീവുമാണെന്ന്, റൈറ്റ്? അപ്പോൾ ഈ 40 മാർക്സിന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്പീഡ് വേണം. അതല്ലാതെ യാതൊരു വഴിയില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ബട്ട് ബാക്കി 60 മാർക്സിന് രണ്ട് വഴിയുണ്ട്. ഒന്ന്, ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ സെൻറ്റർ ബേസ് സ്റ്റുഡൻസിന് ഒരു പേപ്പർ കിട്ടും, അതിൽ ആൻസർ ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യുന്ന പരിപാടി, ആസ് യൂഷ്വൽ വേ. അതല്ലാതെ വേറൊരു വഴി എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഏറ്റവും അവസാനത്തെ എക്സൽ ക്വസ്റ്റ്യനിൽ പോയിട്ട് ആ എക്സലിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് ആ ആൻസർ തിരിച്ച് ക്വസ്റ്റ്യനിൽ വന്ന് മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇത് കുറച്ച് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ബട്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ അവസാനത്തെ എക്സലിൽ പോയി ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ എപ്പോഴും ക്വസ്റ്റ്യൻ വായിച്ച് അവസാനത്തെ എക്സലിൽ പോകുന്നത് ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ കുറച്ച് സമയം അവിടെ എവിടെ പോകുന്നുണ്ട്. ആൻഡ് ഈ സമയം പോകുന്നത് മാത്രമല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ഈ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സൊക്കെ മനസ്സിലായിരിക്കും വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ചിട്ടുണ്ടോ. അപ്പോൾ അതിന് കുറച്ച് സമയം പോകുന്നുണ്ട്. ആൻഡ് സപ്പോസ് ബൈ ചാൻസ് എന്തെങ്കിലും ഫിഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റേ വരത്തുള്ളൂ. ആൻഡ് യു വിൽ നോ ദാറ്റ് ഒബ്ജക്റ്റീവിൽ ഒറ്റ ആൻസറേ ഉള്ളൂ, സ്റ്റെപ്പിന് മാർക്കില്ല. സോ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ഈ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യാൻ. ബട്ട് അറ്റ് ടൈംസ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡിൽ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കേസിൽ ഇപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ വേരിയൻസിൻ്റെയൊക്കെ ചാപ്റ്ററിൽ നമുക്ക് എക്സൽ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഐ മീൻ, ഞാൻ പഠിപ്പിക്കുന്ന ഫോമാറ്റിൽ പഠിക്കുകയാണെങ്കിൽ എക്സൽ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. അത് നമ്മൾ ക്ലാസ്സിൽ കാണാം. സോ ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ടൈമൊന്നും ലൂസ് ആവത്തില്ല, ഈ ഫിഗേഴ്സും ഫാക്ട്സൊക്കെ മനസ്സിൽ ഉറപ്പായിട്ട് നിൽക്കും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെത്തേഡ് ചൂസ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിന് ഞാൻ വിട്ട് തന്നേക്കുവാണ്. ഏതാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ BPPയുടെ കിറ്റായിരിക്കും. ബോത്ത് BPPയുടെ വർക്ക് ബുക്കും BPPയുടെ കിറ്റും, പ്രാക്ടീസ് കിറ്റും. ആൻഡ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പരിപാടിയല്ല. നമ്മുടെ ക്ലാസ്സിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മൾ കോൺസെപ്റ്റ്സ് കവർ ചെയ്യും ഫസ്റ്റ്. ആൻഡ് ഈ കോൺസെപ്റ്റ് കവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അതായത് അത് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് ഈ മെറ്റീരിയലിലെ പ്രോബ്ലം ആയിരിക്കും. അതായത് BPP വർക്ക് ബുക്കിലെ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ കോൺസെപ്റ്റിൻ്റെ ഇടയിൽ സോൾവ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി. ആൻഡ് ഞാനിത് പറയാനൊരു റീസൺ ഉണ്ട്. PM പേപ്പറിൽ, എക്സ്പെഷ്യലി PM പേപ്പറിൽ മോസ്റ്റ്ലി കോൺസെപ്റ്റ്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേപ്പർ വളരെ പുഷ്പം പോലെ പാസ്സാവും. ബട്ട് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് എത്ര വേണമെങ്കിലും വായിച്ചോ ഒരു യൂസും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ ആദ്യം കോൺസെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അധികം വലിച്ചിട്ടാതെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് വേരിയൻസ് അനാലിസിസ് ആണ്. ആൻഡ് നിങ്ങൾക്കിവിടെ കാണാം, വേരിയൻസ് അനാലിസിസിന് മുമ്പ് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്. ബട്ട് ഞാൻ വേരിയൻസ് അനാലിസിസ് ചൂസ് ചെയ്യാനൊരു റീസൺ ഉണ്ട്. ഫസ്റ്റ്ലി, ഒത്തിരി സ്റ്റുഡൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, വേരിയൻസിൻ്റെ ചാപ്റ്റർ വളരെ ടഫാണ്, എത്ര പഠിച്ചിട്ട് മാർക്ക് കിട്ടാറില്ല എന്ന്. ബട്ട് ലെറ്റ് മീ കറക്റ്റ് ഇറ്റ് ഗൈസ്, ഇത് വെറും ഒരു മിസ്കൺസെപ്ഷൻ മാത്രമാണ്. എൻ്റെ അറിവിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ് വേരിയൻസ് അനാലിസിസ്. ആൻഡ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ജസ്റ്റ് ഫോർമുല പഠിക്കുക, അപ്ലൈ ചെയ്യുക, ആൻസർ ഒറ്റയടിക്ക് കിട്ടും. ആൻഡ് ഞാൻ ഒത്തിരി സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വേരിയൻസ് ചാപ്റ്റർ ടഫ് ആവാൻ കാരണം എന്ന്. ആൻഡ് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത് ഈ വേരിയൻസിൻ്റെ ചാപ്റ്റർ 16ാമത്തെ ചാപ്റ്ററാണ്.
അതായത് ഓൾമോസ്റ്റ് മൊത്തം 3/4 സിലബസ് കഴിഞ്ഞിട്ടാണ് വേരിയൻസിൻ്റെ ചാപ്റ്റർ വരുന്നത്. ആൻഡ് അതായത് അവസാനമായിട്ട് എടുക്കുമ്പോൾ, സോ ഇങ്ങനെ അവസാനമായിട്ട് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അവർ ചിലപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ ഓടിച്ചിട്ടായിരിക്കും തീർക്കുന്നത്. ചില സ്റ്റുഡൻസ് 2x സ്പീഡിൽ കേൾക്കാറുണ്ടെന്നാണ് ഞാൻ കേട്ടത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ലാക്ക് ചെയ്യും. ആൻഡ് അവർ ചിലപ്പോൾ പ്രാക്ടീസ് കുറച്ചായിരിക്കും ചെയ്യുന്നത്. ഇതുകൊണ്ടായിരിക്കണം വേരിയൻസ് അനാലിസിസ് ചാപ്റ്റർ അവർക്ക് ടഫാവാൻ തോന്നുന്നത്. ബട്ട് ഈ ചാപ്റ്റർ ഒട്ടും ടഫല്ല. ആൻഡ് ഞാൻ ചുമ്മാ പറയുമല്ല, നിങ്ങൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ സ്വയം പറയും ദാറ്റ് ഈ ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ആൻഡ് എൻ്റെ സ്റ്റുഡൻസ് ഒരിക്കലും ഈ ചാപ്റ്റർ ടഫാന്ന് പറയില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാപ്റ്റർ ഏറ്റവും ആദ്യം എടുക്കുന്നത്. ബിക്കോസ് എൻ്റെ സ്റ്റുഡൻസ് ഒരിക്കലും ഇത് ടഫാന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല. ഓക്കെ, ബട്ട് ഞാൻ പഠിപ്പിക്കുന്ന അതേ പാറ്റേണിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. വേറെ എന്തെങ്കിലും പ്രയർ നോളജ് അല്ലെങ്കിൽ പ്രീവിയസ് ഫോർമാറ്റ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞേക്കുക. ഇത് ജസ്റ്റ് പുതിയൊരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കണ പോലെ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ്ലി, എന്താണ് വേരിയൻസ്? വാട്ട് യു മീൻ ബൈ വേരിയൻസ്? വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എന്തെങ്കിലും പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തു, ആൻഡ് ശരിക്കും ആ സംഭവം നടന്നപ്പോൾ ആ പ്ലാൻ ചെയ്തതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് നടന്നത്. ഇതിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. എന്താണ് വേരിയൻസ്? നമ്മൾ ആക്ച്വലി എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത്, പക്ഷെ സംഭവം നടന്നപ്പോൾ ആ എക്സ്പെക്റ്റേഷനിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് നടന്നത്. അതിനെ നമ്മൾ വേരിയൻസ് എന്ന് പറയും. അതായത് എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു, ആക്ച്വലി നടന്നത് എന്തായിരുന്നു, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെ നമ്മൾ വേരിയൻസ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്തു, കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു 100 രൂപ ആവുമെന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഒരു മാസമായി ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ബില്ല് കിട്ടിയപ്പോൾ എനിക്ക് 200 രൂപയായി. അപ്പോൾ ആദ്യം ഞാൻ എത്രയാണ് പ്ലാൻ ചെയ്തത്? എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം 100 രൂപ ആവുമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ആയപ്പോൾ 200 രൂപയായി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ എത്രയാണ് വേരിയൻസ് വരിക? 100 മൈനസ് 200 ഇസ് ഈക്വൽ ടു -100. അതായത് എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എൻ്റെ, അത് മൈനസ് ആക്ച്വലി എനിക്ക് എത്ര ഇൻകറായി. ഇത് നമ്മൾ വേരിയൻസ് എന്ന് പറയും. ഇപ്പോൾ നെഗറ്റീവ് സൈൻ വരുവാണെങ്കിൽ അതിനെ നമ്മൾ അഡ്വേഴ്സ് എന്ന് പറയും. അപ്പോൾ പോസിറ്റീവ് വന്നാൽ എന്ത് പറയും? പോസിറ്റീവ് വന്നാൽ നമ്മൾ അതിനെ ഫേവറബിൾ എന്ന് പറയും. നെഗറ്റീവ് വന്നാൽ അഡ്വേഴ്സ് എന്നും, പോസിറ്റീവ് വന്നാൽ നമ്മളതിനെ ഫേവറബിൾ എന്നും പറയും. ഓക്കെ, അപ്പോൾ എന്താണ് വേരിയൻസ്? നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത്, പക്ഷേ ശരിക്കും ആ സംഭവം നടന്നപ്പോൾ എക്സ്പെക്റ്റേഷനെക്കാട്ടും വ്യത്യാസമായി നടന്നു. അതിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ എനിക്കൊരു സാധനത്തിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യണം? സപ്പോസ് എനിക്കൊരു 10 മാങ്ങ വാങ്ങണം. ആൻഡ് ആ ഒരു മാങ്ങയുടെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് 10 രൂപയാണ്. അപ്പോൾ മൊത്തത്തിൽ കോസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് നമ്മൾ 10 മാങ്ങ ഇൻറ്റു 10 രൂപ ചെയ്യും. അതായത് ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ 10 × 10 100 വരും. അപ്പം നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ക്വാണ്ടിറ്റിയെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഒരു സംഭവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ ഫുൾ കോൺസെപ്റ്റ് ബേസ് തൊട്ട് കവർ ചെയ്യും ഈ ചാപ്റ്ററിൽ. അതായത് നിങ്ങൾ ഒരിടത്ത് സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടി ഞാനത് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ക്വാണ്ടിറ്റിയെ റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കോസ്റ്റിൻ്റെ 2 എലമെൻ്റാണ് ഈ ക്വാണ്ടിറ്റിയും റേറ്റും. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഒത്തിരി വേരിയൻസസ് കാണാം. ഒന്ന് മെറ്റീരിയൽ വേരിയൻസ്, പിന്നെ ലേബർ കാണാം, സെയിൽസ് കാണാം, ഓവർ ഹെഡ് കാണാം. സോ ഫസ്റ്റ്ലി നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ
മെറ്റീരിയൽ വേരിയൻസിൽ ആദ്യം വരുന്നതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അതിന് ഞാൻ MCV നോട്ട് ചെയ്തു. എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കോസ്റ്റിൽ നിന്നും ആക്ച്വലി ഇൻക്വയർ ആയ കോസ്റ്റ് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്? നമ്മൾ എന്ത് കോസ്റ്റ് ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തോ ശരിക്കും ആയപ്പോൾ ആ കോസ്റ്റിൽ നിന്ന് വ്യത്യാസം വന്നു. അതിനെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു കോസ്റ്റിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്, ഒന്ന് ക്വാണ്ടിറ്റി ഒന്ന് റേറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നാലും റേറ്റിൽ വ്യത്യാസം വന്നാലും മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ കണക്ക് കൂട്ടി നമ്മൾ നേരത്തെ മാംഗോൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഞാൻ കണക്ക് കൂട്ടി എനിക്ക് 10 രൂപയാവുന്ന 10 ക്വാണ്ടിറ്റി മാംഗോക്ക്. അപ്പോൾ എനിക്ക് 100 രൂപ ഞാൻ എക്സ്പെക്റ്റേഷൻ പ്രകാരം കാൽക്കുലേഷൻ നടത്തി. പക്ഷെ ഞാൻ വാങ്ങാൻ പോയപ്പോൾ ഞാനൊരു 12 മാങ്ങ വാങ്ങിച്ചു 10 രൂപക്ക്. അപ്പോൾ എനിക്ക് എത്ര വരും? 120. അപ്പോൾ 100 - 120 20 റുപ്പീസ്. നമ്മൾ നേരത്തെ എന്താണോ വേരിയൻസിന് പറഞ്ഞത് അതേ സംഭവം തന്നെ. എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു വേഴ്സസ് ആക്ച്വൽ. പക്ഷേ ഇവിടെ അത് മെറ്റീരിയൽസിനെ സംബന്ധിച്ചായതുകൊണ്ട് നമ്മളത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയും. ഇതേപോലെ ഇത് ലേബറിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിത് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയും. അത് നമുക്ക് അവിടെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ മെറ്റീരിയലിൽ മാത്രം ഫോക്കസ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താണ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കോസ്റ്റിൽ നിന്ന് ആക്ച്വലി ഇൻക്വയർ ആയ കോസ്റ്റ് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതല്ലേ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മുടെ എക്സ്പെക്റ്റേഷൻ മൈനസ് ഇവിടെയല്ല, നമ്മളിവിടെ ചെയ്തത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ മൈനസ് ആക്ച്വൽ. അത് തന്നെയാണ് ഇവിടുത്തെ ഫോർമുല. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ. ഈ എക്സ്പെക്റ്റേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണ്? നമ്മുടെ എക്സ്പെക്റ്റേഷൻ, നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും ഒന്ന് മെറ്റീരിയൽ യൂസേജ് വേരിയൻസും. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആൻഡ് ഒന്ന് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ആക്ച്വലി ഇൻക്വയർ ആയ പ്രൈസ് തമ്മിലുള്ള വ്യത്യാസം. അതായത് ഞാനിപ്പോൾ ആദ്യം എക്സ്പെക്റ്റ് ചെയ്തു എനിക്ക് 5 രൂപയാകുന്നു, പക്ഷെ ശരിക്കും ഞാൻ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കായത് 10 രൂപയാണ്. അപ്പോൾ ഈ പ്രൈസ് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേഷൻ നടത്തുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പം വഴി ഞാൻ അവസാനം പറഞ്ഞുതരാം. ആദ്യം കോൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ നമ്മൾ. ഓക്കെ, അപ്പോൾ എന്താണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ആക്ച്വലി ഇൻക്വയർ ആയ പ്രൈസിൽ എന്തെങ്കിലും കൂടുതലോ കുറവോ വരുവാണെങ്കിൽ അതിന് നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയും. അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്താ? യൂസേജ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വലി ആയ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്, ഒന്നല്ലെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്. അതിനെ നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നു. എന്താണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്? എക്സ്പെക്റ്റ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വലി യൂസ് ചെയ്ത ക്വാണ്ടിറ്റി തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഞാൻ പറഞ്ഞു ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. നമ്മൾ മെറ്റീരിയലിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആണ് എപ്പോഴും ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ. അപ്പോൾ നമ്മളിവിടെ കോസ്റ്റിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. ആ ഫോർമുല പെട്ടെന്ന് പഠിക്കാം. സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ, അത്രേ ഉള്ളൂ. ഇനി
ഈ കോസ്റ്റിനെ നമ്മൾ പറഞ്ഞു കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ്. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഒന്ന് വിത്ത് റെസ്പെക്റ്റ് ടു ക്വാണ്ടിറ്റി, ഒന്ന് വിത്ത് റെസ്പെക്റ്റ് ടു റേറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. പ്രൈസ് എന്ന് പറയുന്നത് എന്തായിട്ട് റിലേറ്റഡ് ആണ്? റേറ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, പ്രൈസ് എന്ന് പറയുന്നത് റേറ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ യൂസേജ് എന്തായിട്ട് റിലേറ്റഡ് ആയിരിക്കും? യൂസേജ് ക്വാണ്ടിറ്റി ആയിട്ട് റിലേറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ മെറ്റീരിയലിലെ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ. ഇവിടെ പ്രൈസ് റേറ്റ് ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ചെയ്തു ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഓക്കെ, അതേപോലെ മെറ്റീരിയൽ യൂസേജിൽ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ, ഇതിന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലോ കുറവോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മൾ എത്ര ഇതാണ് എക്സ്പെക്റ്റ് ചെയ്തത് യൂസ് ചെയ്യുന്നത്, പക്ഷെ അതിൽ കൂടുതൽ യൂസ് ആയോ ഇല്ലയോ, എത്ര അതിൽ കൂടുതൽ മെറ്റീരിയൽസ് യൂസ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേരിയൻസ് ആണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. പക്ഷേ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അപ്പോൾ എന്താ പറയുക? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പറയുന്നത് നമ്മൾ കൂടുതൽ പ്രൈസ് പേ ചെയ്തോ അല്ലെങ്കിൽ കുറവ് പ്രൈസ് പേ ചെയ്തോ എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്, ഒന്ന് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. എപ്പോഴും ഈ ചാർട്ട് മനസ്സിലുണ്ടായിരിക്കണം. ആദ്യം ഈൽഡാണ് ഇവിടെ വരുന്നത്, പിന്നെയാണ് മിക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്താ? മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത മെറ്റീരിയൽസ്, അതായത് ഇത്രയും ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് ആവുമെന്ന് നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എക്സ്പെക്റ്റ് ചെയ്ത മെറ്റീരിയൽസ് നിന്ന് എത്ര ആക്ച്വലി ഔട്ട്പുട്ട് ഉണ്ടാക്കി എന്നതിനെയാണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റ് ചെയ്ത മെറ്റീരിയൽസ് വെച്ചിട്ട് ഉണ്ടായ ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടിനേക്കാളും കൂടുതലോ കുറവോ ആണെങ്കിൽ അതിന് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയും. എന്താ പറഞ്ഞത്? നമ്മൾ ആക്ച്വലി ഇന്ന സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര മെറ്റീരിയൽസ് വേണമെന്ന് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ആ എക്സ്പെക്റ്റ് ചെയ്ത മെറ്റീരിയൽസിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് ഉണ്ടാവുമെന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും ആ ഔട്ട്പുട്ട് ഉണ്ടാക്കിയ സമയത്ത് ആ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടിൽ നിന്നും കൂടുതലോ കുറവോ ആണ് വന്നെങ്കിൽ അതിന് നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയും. അതായത് എക്സ്പെക്റ്റ് ചെയ്ത മെറ്റീരിയൽസിൽ നിന്നും എത്ര ഔട്ട്പുട്ട് കിട്ടുമെന്ന് കരുതിയോ പക്ഷേ ആക്ച്വലി കിട്ടിയ ഔട്ട്പുട്ട് ആ എക്സ്പെക്റ്റേഷനെക്കാട്ടും കൂടുതലോ കുറവോ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്താണ്? നമ്മളുടെ മിക്സ് ഓൾറെഡി മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. ആ എക്സ്പെക്റ്റ് ചെയ്ത പ്രൊപ്പോർഷനിൽ നിന്നും വ്യത്യാസമായിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്കൊരു ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കണം, പപ്പായ ജ്യൂസ്. അപ്പോൾ അതിന് എൻ്റെ പ്രൊപ്പോർഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു 50% പപ്പായ ഇട്ടിട്ട് 50% വാട്ടർ. ഓക്കെ, പക്ഷെ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ 50% പപ്പായ അല്ല ഇട്ടത്, ഒരു 30% പപ്പായയും ബാക്കി 70% വെള്ളം ഇട്ടു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വന്നു. ഈ വ്യത്യാസം എന്തിലായിരിക്കും? ഒന്ന് ടേസ്റ്റ് കുറവായിരിക്കും, ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിനെ പ്രൊപ്പോർഷൻ വ്യത്യാസം വരുത്തിയതിനെയാണ് നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഈ ഫോർമുല കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നും, ബട്ട് ഒരു 5 മിനിറ്റിൽ ഇത് വളരെ എളുപ്പമായിട്ട് ഈ മൊത്തം ചാർട്ട് നിങ്ങളുടെ ഫിംഗർ ടിപ്സിലുണ്ടാവും. ഫസ്റ്റ്ലി നമ്മൾ എന്താ പറയുന്നത്? മെറ്റീരിയലിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്.
അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. കോസ്റ്റ് ഇസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ. ഇനി കോസ്റ്റിൻ്റെ രണ്ട് എലമെൻ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു, റേറ്റും ക്വാണ്ടിറ്റിയും. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. പ്രൈസ് എന്തുമായിട്ട് റിലേറ്റഡാണ്? റേറ്റ് ആയിട്ട് റിലേറ്റഡാണ്. അപ്പോൾ അതിൻ്റെ ഫോമുല എന്ത് വരും? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഓക്കെ. ഇനി യൂസേജ് എന്തുമായിട്ട് റിലേറ്റഡാണ്? ക്വാണ്ടിറ്റി ആയിട്ട് റിലേറ്റഡാണ്. അപ്പോൾ എന്ത് വരും ഫോമുല? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ. ഇനി ഈ ഫോമുലയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നടുക്കൊരു വര വരച്ച്. നമ്മളെങ്ങനെ ഒരു സാധനം സ്പ്ലിറ്റ് ചെയ്യാം? അത് കീറി മുറിച്ച് സ്പ്ലിറ്റ് ചെയ്യും. അതേപോലെ ഈ ഫോമുലയിൽ നടുക്കൊരു വര വരച്ചു, എന്നിട്ട് നടുക്കൊരു സംഭവം കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറയുന്നൊരു വഴിയാണ്. സോ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി, പെട്ടെന്ന് എക്സാമിന് ഓർമ്മ വരും. ഓക്കെ. ഈ ചാർട്ട് നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ വേണം. ഓക്കെ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ എന്താ ചെയ്തത്? ഇവിടെ കീറി മുറിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് നടുക്കൊരു സംഭവം കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ആക്ച്വൽ യൂണിറ്റ് ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. എന്താണ് ഇതിൻ്റെ പേര്? ആക്ച്വൽ യൂണിറ്റ് ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. അപ്പോൾ ഇവിടെ ആ സംഭവം വരുവാണെങ്കിൽ എങ്ങനെ വരും ഫോമുല? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്, ക്ലോസ്. പിന്നെ വീണ്ടും ഓപ്പൺ. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി, ക്ലോസ്. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തു, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മളിവിടെ ഒരു സ്പ്ലിറ്റ് നടത്തി, എന്നിട്ട് നടുക്ക് വേറൊരു സംഭവം കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ്. ഓക്കെ. പിന്നെ എല്ലാം ആസ് യൂഷ്വൽ. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്തത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആദ്യം എഴുതി, മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എഴുതുന്നതിന് മുമ്പ് ഇവിടെ നടുക്കൊരു സംഭവം വന്നു എന്ന് പറഞ്ഞു. ആ സംഭവം നമ്മൾ എഴുതി ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. പിന്നെ ഇവിടെ എന്താ? ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, ആസ് യൂഷ്വൽ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ആ ഫോമുല അവിടെ തീർന്നു. ഇപ്പം നമ്മൾ ഇവിടം വരെ എത്തി, നടുക്ക് വരെ എത്തിയിരിക്കുക. ഇനി ബാക്കിയുള്ളത് എഴുതുക. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. നമ്മൾ നടുക്കൊരു സംഭവം കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? മെറ്റീരിയൽ വേരിയൻസ് ഇപ്പോൾ പഠിച്ചു. മെറ്റീരിയൽ വേരിയൻസ് ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബുക്കിൽ കുറേ എഴുതിയിട്ടുണ്ട്. നമ്മൾ ബുക്കിൽ ഇങ്ങനെ ഫോർമുലാസ് ഒന്നും സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് മെറ്റീരിയൽ വേരിയൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ വേരിയൻസിൽ എന്താ പഠിച്ചത്? മെറ്റീരിയൽ വേരിയൻസ് നമ്മൾ പഠിച്ചു. മെറ്റീരിയലിൻ്റെ ഏറ്റവും ആദ്യം വരുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്ത കോസ്റ്റിൽ നിന്ന് ആക്ച്വലി ഇൻകറായ കോസ്റ്റ് വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയും. ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. മെറ്റീരിയലിൽ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ. ഇനി മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, ഒന്ന് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ആക്ച്വലി ഇൻകറായ പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയും. എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് ആക്ച്വലി ഇൻകറായ പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയും. ഇതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? നമ്മൾ കൂടുതൽ പൈസ പേ ചെയ്തോ അല്ലെങ്കിൽ കുറവ് പൈസയാണോ പേ ചെയ്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്താ? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് യൂസ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയും. എന്താണ് പറഞ്ഞത്? എക്സ്പെക്റ്റ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വലി യൂസ് ചെയ്തപ്പോൾ അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയും.
ആൻഡ് ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും? ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലാണോ കുറവാണോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലാവും. എന്താ പറഞ്ഞത്? എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലോ കുറവോ മെറ്റീരിയൽസ് ആണോ നമ്മൾ യൂസ് ചെയ്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും മെറ്റീരിയൽ മിക്സ് വേരിയൻസും ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യം വരുന്നത് ഈൽഡാണ്, പിന്നെ വരുന്നത് മിക്സ് ആണ്. ഫസ്റ്റ് ഈൽഡ് പിന്നെ മിക്സ്. അപ്പോൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്താണ്? നമ്മൾ ഓൾറെഡി ഒരു ഇത്ര മെറ്റീരിയൽസ് വേണമെന്ന് എക്സ്പെക്ട് ചെയ്തു. ആ എക്സ്പെക്ട് ചെയ്ത മെറ്റീരിയൽസ് വെച്ച് ഇത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ആക്ച്വലി ഉണ്ടാക്കിയ ഔട്ട്പുട്ട് ഈ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ടിനേക്കാളും കൂടുതലോ കുറവോ ആണെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയും. അപ്പോൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്താണ്? നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ ഓൾറെഡി ഒരു പ്രൊപ്പോർഷൻ ഓഫ് മിക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രൊപ്പോർഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷനിൽ നിന്ന് ആക്ച്വലി ഉണ്ടാക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയും. അപ്പോൾ ഫോർമുല പഠിക്കാൻ നമ്മൾ എളുപ്പ വഴി എന്താ പഠിച്ചത്? ഈ യൂസേജ് വേരിയൻസിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കീറി മുറിച്ച് സ്പ്ലിറ്റ് നടത്തി. ആ സ്പ്ലിറ്റ് നടത്തിയപ്പോൾ ഒരു പുതിയ സംഭവം കൊണ്ടുവന്നു, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് നടുക്ക് കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഫോർമുല എഴുതും. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വേരിയൻസ്. ഇത്രയേ ഉള്ളൂ മെറ്റീരിയൽ വേരിയൻസ്. ഇനി പറയുന്നത് ടഫാണ്. ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ടഫ്നെസ് തോന്നിയോ നിങ്ങൾക്ക്? ഓക്കെ, ഇത്രയേ ഉള്ളൂ മെറ്റീരിയൽ വേരിയൻസ്. ഓക്കെ, ഇനി റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം നമുക്ക്. ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി പർച്ചേസ് മാനേജറിനായിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി റിലേറ്റഡ് ആയ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? അത് പ്രൊഡക്ഷൻ മാനേജറിനായിരിക്കും. പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എപ്പോഴും പർച്ചേസ് മാനേജറിനും, യൂണിറ്റ്സ് ആയിട്ട് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി, അവർ, അങ്ങനെ യൂണിറ്റ്സ് ആയിട്ട് റിലേറ്റഡ് ആയ റെസ്പോൺസിബിലിറ്റി എപ്പോഴും പ്രൊഡക്ഷൻ മാനേജറിനായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം? വേരിയൻസ് റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ പ്രോബ്ലംസിന് ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഏത് പ്രോബ്ലവും ക്വസ്റ്റ്യൻ വായിക്കുക ഈ ഒരു ഫോർമാറ്റിൽ കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. നമ്മൾ 11 കോളംസ് വരക്കും. ടോട്ടലി 11 കോളംസ് ഇവിടെ വരക്കും. ഇവിടെ നമ്മൾ എഴുതുന്നത് ഫസ്റ്റ്ലി നമ്മൾ എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്തതെന്ന് എഴുതും. ഇപ്പോൾ എനിക്കൊരു ചോക്ലേറ്റ്, എൻ്റെ പ്രൊഡക്റ്റ് ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഞാൻ 20 ഗ്രാം കൊക്കോ പൗഡർ യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ കൊക്കോ പൗഡർ എന്ന് വരും. പിന്നെ ഒരു 10 ഗ്രാം ഷുഗർ യൂസ് ചെയ്തു, ഇവിടെ ഷുഗർ വരും. അപ്പോൾ നമ്മളിവിടെ മെറ്റീരിയൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഈ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തവിടെ നമ്മൾ മെറ്റീരിയൽസ് എന്തൊക്കെയാണോ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തത് അത് മെൻഷൻ ചെയ്യും. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് എഴുതും, ബഡ്ജറ്റ് എഴുതും, ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ് ആക്ച്വലി എഴുതും. ഇത് ഫോർമുല ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ താഴേക്ക് വരുന്നത്. ഇവിടെ നോക്കും, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആദ്യം എഴുതി, ഏറ്റവും അവസാനം ആക്ച്വൽ ക്വാണ്ടിറ്റി. അതിൻ്റെ നടുക്ക് വന്നത് എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ്. നമ്മൾ സ്റ്റാൻഡേർഡ് എഴുതി ആദ്യം, ഏറ്റവും അവസാനം ആക്ച്വലി എഴുതി, പിന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ് നടുക്ക് വന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഒരു ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒരു ഈസി ആയിട്ട് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്തത്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ്, എക്സ്പെക്റ്റേഷൻ പെർ യൂണിറ്റ്.
ഒരു യൂണിറ്റിന് എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അതാണ് സ്റ്റാൻഡേർഡ്. ഓക്കെ ആണോ? ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എത്ര യൂണിറ്റ്സ് ആണോ ഉണ്ടാക്കിയത് അത് എക്സ്പെക്റ്റ് ചെയ്തത്, അതായത് അതിൻ്റെ ബേസ്ഡ് എക്സ്പെക്റ്റേഷനാണ് നമ്മൾ ബഡ്ജറ്റിൽ എഴുതുന്നത്. ഇപ്പം ഞാൻ സ്റ്റാൻഡേർഡിൽ എനിക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ 1 രൂപ വന്നു എന്ന് വിചാരിക്കാം. ആൻഡ് ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയത് 100 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിൽ 1, റേറ്റ് 1. ക്വാണ്ടിറ്റി 1 അല്ല, ക്വാണ്ടിറ്റി 100, റേറ്റ് 1, എമൗണ്ട് 100. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ബേസിസിൽ. ഓക്കെ, ബഡ്ജറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ബേസിസിൽ. ആക്ച്വൽ ഉണ്ടാക്കാൻ ടോട്ടൽ എന്തോരം ആവും എക്സ്പെക്റ്റേഷൻ പ്രകാരം, ആക്ച്വൽ ഉണ്ടാക്കാൻ എക്സ്പെക്റ്റേഷൻ പ്രകാരം എന്തോരം ആവും. എന്താണ് ബഡ്ജറ്റ്? ആക്ച്വൽ ഉണ്ടാക്കാൻ എക്സ്പെക്റ്റേഷൻ പ്രകാരം എത്രയാവും എന്നതാണ് ബഡ്ജറ്റ്. അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് എക്സ്പെക്റ്റേഷൻ, ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഉണ്ടാക്കാൻ സ്റ്റാൻഡേർഡ് പ്രകാരം എന്തോരം ആവും, ടോട്ടൽ ആക്ച്വൽ ഉണ്ടാക്കാൻ സ്റ്റാൻഡേർഡ് പ്രകാരം എന്തോരമാകും എന്നതാണ് ബഡ്ജറ്റ്. പിന്നെ നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് മിക്സ് ചെയ്തു. അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി, ഇവിടെ എന്താ ആക്ച്വൽ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് മിക്സിൽ, ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. അത് നമ്മൾ ആൻസേഴ്സ് ചെയ്യുമ്പോൾ നോക്കാം. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ആക്ച്വൽ എത്രയാണെന്ന് എഴുതും. എല്ലാത്തിലും നമ്മൾ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് മെൻഷൻ ചെയ്യും. ഈ ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് മിക്സിൽ നമ്മൾ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് മെൻഷൻ ചെയ്യുന്നില്ല. കാരണം അവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ക്വാണ്ടിറ്റി ആണെന്ന്. ആക്ച്വൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് മിക്സ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴുള്ള ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. ആൻഡ് എങ്ങനെ ഫിഗേഴ്സ് വരും എന്നത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ മെറ്റീരിയൽ വേരിയൻസ് പഠിച്ചു. അപ്പം നമ്മൾ മെറ്റീരിയൽ വേരിയൻസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് BPPയുടെ മെറ്റീരിയലിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽ വേരിയൻസിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഇതാണ് നമ്മുടെ BPPയുടെ മെറ്റീരിയലിൽ മെറ്റീരിയൽ വേരിയൻസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ്ലി വേരിയൻസ് എന്താണെന്ന് പറഞ്ഞു അവർ. വിത്ത് റെസ്പെക്ട് ടു മെറ്റീരിയൽ വേരിയൻസ് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഉണ്ടാക്കിയ ചാർട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഇവരുടെ ചാർട്ടിൽ ആദ്യം മിക്സും പിന്നെ ഈൽഡുമാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ഞാൻ പഠിപ്പിച്ചതുപോലെ പഠിച്ചാൽ മതി. ആദ്യം ഈൽഡ് പിന്നെ മിക്സ്, എന്നാലേ ആ ഫോർമുല നിങ്ങൾക്ക് ആ സ്പ്ലിറ്റ് പ്രകാരം മനസ്സിലുണ്ടാവത്തുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ഈ ടോട്ടൽ മെറ്റീരിയൽ വേരിയൻസിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് നമ്മൾ പഠിച്ചത്. അത് ഞാൻ പഠിപ്പിച്ച പോലെ ഓർത്താൽ മതി. ബുക്സിൽ ഇങ്ങനെ ഓരോരോ ഫോർമുലാസ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മളത് നോക്കണ്ട, നമ്മൾ പഠിച്ച മെത്തേഡും ഫോർമാറ്റും മാത്രം ഫോളോ ചെയ്താൽ മതി. ആൻഡ് ആ മെത്തേഡ് ഫോളോ ചെയ്താൽ ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇവിടെ സംഭവം എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫോർമുല എന്താണെന്നോ ഒന്നും നമ്മുടെ മെറ്റീരിയലിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ്ലി കോൺസെപ്റ്റ്സ് കവർ ചെയ്യുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് നേരെ പ്രോബ്ലംസ് ചെയ്താൽ അത് അത്ര യൂസ്ഫുൾ ആവത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ചെയ്യോ നിങ്ങൾ ചെയ്യോ ഈ ക്വസ്റ്റ്യൻ? വാട്ട്സ് ഓക്കെ, ഒരുമിച്ച് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഞാൻ തന്നെ ചെയ്യാം. ഫസ്റ്റ്ലി നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ എക്സലിൽ തന്നെ ചെയ്യാം. നമ്മൾ എക്സാമിന് എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ തന്നെ. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, റിക്വയർമെൻറ്റ് എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് മെറ്റീരിയൽ യൂസേജ്, മിക്സ് ആൻഡ് ഈൽഡ് വേരിയൻസ്. അതായത് നമ്മുടെ സെക്കൻഡ് പാർട്ട്, നമ്മുടെ ഈ പാർട്ടാണ് അവർ ചോദിക്കുന്നത്. യൂസേജ്, ഈൽഡ് ആൻഡ് മിക്സ്, ഈ ഒരു പാർട്ട് ക്വാണ്ടിറ്റി റിലേറ്റഡ് പാർട്ടാണ് ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്തൊക്കെ ഓർത്ത് വെക്കണം? മെറ്റീരിയലിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വലാണ് എപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഫോർമുലാസ്, റേറ്റ് ആണെങ്കിൽ പ്രൈസ് ആണെങ്കിൽ റേറ്റ് റിലേറ്റഡ് ആയിരിക്കും, യൂസേജ് ആണെങ്കിൽ ക്വാണ്ടിറ്റി റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഫോർമാറ്റ് വേണമെന്ന് മനസ്സിലായി. മെറ്റീരിയൽ യൂസേജ്, ഈൽഡ്, വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട്, മിക്സ് വേരിയൻസും കൂടി കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമാറ്റ് വേണം. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? നമ്മൾ ആ ഫോർമാറ്റ് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് ഇവിടെ എഴുതാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ്, ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ വായിച്ചിട്ടില്ല, ജസ്റ്റ് ഫോർമാറ്റ് മാത്രം ചെയ്യുവാണ്. ബഡ്ജറ്റ്, actual quantity in standard mix, actual, okay, you need quantity, rate and amount. Quantity, rate and amount ബഡ്ജറ്റിലും കൊടുത്തു, ആക്ച്വലിലും കൊടുത്തു, ആൻഡ് എൻ്റെ ഫോർമാറ്റ് റെഡിയായി. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വയ്ക്കാം. എ കമ്പനി മാനുഫാക്ചേഴ്സ് എ കെമിക്കൽ ഡൈനാമൈറ്റ്. അപ്പോൾ ഡൈനാമൈറ്റ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നു, യൂസിങ് 2 കോമ്പൗണ്ട്സ്, ഫ്ലാഷ് ആൻഡ് ബാങ്ക്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലാഷ് ആൻഡ് ബാങ്ക്. ഞാനത് ക്വസ്റ്റ്യൻ നമ്മുടെ ഫോർമാറ്റിലിട്ടു, ഫ്ലാഷ് ആൻഡ് ബാങ്ക്. ഓക്കെ. ഇനി the standard material usage and cost of 1 unit, എന്താ പറയുന്ന 1 unit per unit of dynamite are as follows. ഒരു യൂണിറ്റ് ഡൈനാമൈറ്റ് ഉണ്ടാക്കാൻ എന്തോരം ഫ്ലാഷ് വേണോ, എന്തോരം ബാങ്ക് വേണോ എന്നാണ് ഈ ടേബിൾ പറയുന്നത്. അപ്പോൾ അതെന്താണ്? ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ആണ്. ഇവിടെ എന്താ പറഞ്ഞത്? 1 യൂണിറ്റ്. അപ്പോൾ അത് സ്റ്റാൻഡേർഡിൻ്റെ താഴെ നമ്മൾ എഴുതും. അപ്പോൾ എത്ര kg വേണം എന്ന് പറഞ്ഞേക്കുന്നത്? 5 kg. എത്ര രൂപയ്ക്ക്? 2 രൂപയ്ക്ക്. അടുത്ത ബാങ്കോ 10 kg, 3 രൂപയ്ക്ക്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് അവർ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ ആസ് ഫോർമാറ്റ് ജസ്റ്റ് ഇത് മെൻഷൻ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ് എമൗണ്ട്, അതിൻ്റെ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ എന്താണോ അത് തന്നെയാണ് നമ്മൾ എഴുതി. നമ്മൾ ഒരു കാൽക്കുലേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ചു, അത് നമ്മുടെ ഫോർമാറ്റിലിട്ടു. ഓക്കെ. ഇൻ എ പർട്ടിക്കുലർ പീരിയഡ് 80 യൂണിറ്റ്സ് ഓഫ് ഡൈനാമൈറ്റ് വർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്? 80 യൂണിറ്റ്സ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തു. എത്രയാണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട്? 80 യൂണിറ്റ്സ്. ഓക്കെ, അത് മനസ്സിലായി വെച്ചോ. ഇനി അത് എന്തിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്? പ്രൊഡ്യൂസ് ഫ്രോം 600 kg ഓഫ് ഫ്ലാഷ് ആൻഡ് 750 kg ഓഫ് ബാങ്ക്. അതായത് 80 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 600 kg ഫ്ലാഷിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ആക്ച്വൽ എത്ര യൂസ് വന്നു? 60 kg ആൻഡ് 750 kg ബാങ്കിൻ്റെ യൂസ് വന്നു. ക്വസ്റ്റ്യൻ അവിടെ തീർന്നു. ഓക്കെ. ഇവിടെ എന്തെങ്കിലും റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ നമ്മൾ സെയിം റേറ്റ് തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ. ഇനി ആസ് യൂഷ്വൽ കാൽക്കുലേഷൻ നടത്തുന്നു എമൗണ്ട്. ഓക്കെ. ഇത് എത്ര kg ഉണ്ടാക്കാനാണ്? എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കാനാണ്? kg അല്ല, എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കാനാണ്? 80 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ആക്ച്വൽ എത്രയാണ്? 80 യൂണിറ്റ്സ്. ഞാൻ ബഡ്ജറ്റിൻ്റെ ഡെഫിനേഷൻ എന്താ പറഞ്ഞത്? ആക്ച്വൽ ഉണ്ടാക്കാൻ എത്രയാണോ സ്റ്റാൻഡേർഡ് വേണ്ടി വന്നത്, ആക്ച്വൽ എത്രയാണ് പറഞ്ഞത്? 80 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരം എന്തോരം വേണമെന്നാണ് ഇവിടെ എഴുതുന്നത് ബഡ്ജറ്റിൽ. 80 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ ആക്ച്വൽ ഉണ്ടാക്കാൻ എത്രയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇത് എക്സ്പെക്റ്റേഷൻ പെർ യൂണിറ്റ്. ഇനി ആക്ച്വലി എത്രയാണോ ഉണ്ടാക്കിയത് അതുണ്ടാക്കാൻ എത്ര വേണ്ടി വരുമായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരം എന്നതാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ. അപ്പോൾ എത്രയാണ്? 80 യൂണിറ്റ്സ് ഇൻറ്റു 5. അതായത് ഒരെണ്ണം ഉണ്ടാക്കാൻ 5 വേണമെന്ന് പറഞ്ഞു, 5 കിലോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 80 ഉണ്ടാക്കാൻ എത്ര വേണം?
80 × 5 സെയിം തന്നെ ബാങ്കിനും ചെയ്തു. റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു അവർ? ഇല്ല. അപ്പോൾ സെയിം റേറ്റ് യൂസ് ചെയ്തു. ഇനി നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചു. ക്ലിയർ? ഇനി എന്താ ബാലൻസ് ഉള്ളത്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? ടോട്ടല്? അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യാം. ആക്ച്വൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ഇനി എന്താ പറയുക? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. സ്റ്റാൻഡേർഡ് മിക്സ് എവിടെയാണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് മിക്സ് ആണിത്. ഈ മിക്സ് എടുത്താലും ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, 5/10, അതായത് 5:10 എത്രയാണ്? 1:2. 400:800 എത്രയാണ്? 1:2. നിങ്ങൾ അങ്ങനെ നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ പ്രൊപ്പോർഷൻ എടുത്താൽ മതി. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ഇതാണ് സ്റ്റാൻഡേർഡ് മിക്സ് ഫോർ ടോട്ടൽ. ഇത് സ്റ്റാൻഡേർഡ് മിക്സ് പെർ യൂണിറ്റ് ആണ്. ഇത് സ്റ്റാൻഡേർഡ് മിക്സ് ഫോർ ടോട്ടൽ. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കണം. ബിക്കോസ് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായി തന്നെയാണ്. അതുകൊണ്ടാണ് ഫുൾ ക്ലിയർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. ഓക്കെ, ഞാനൊന്നും കൂടി പറയാം. നമ്മളിവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ് അല്ലേ? ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? ടോട്ടൽ 1350. ഈ സ്റ്റാൻഡേർഡ് മിക്സിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്തോരം എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഫസ്റ്റ്ലി നമ്മൾ ഇതിൻ്റെ സം കണ്ടുക. ടോട്ടൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. ഇനി ഇതിൻ്റെ സം ചെയ്ത് നോക്കുക. സെയിം തന്നെ ആയിരിക്കും വരിക, 1350. നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു ആക്ച്വൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എക്സ്പെക്റ്റേഷൻ പ്രകാരമുള്ള മിക്സിലാക്കി. ഇപ്പം നമ്മൾ ആക്ച്വലി ഈ ഒരു ഇതിലാണ് ഉണ്ടാക്കിയത്. പക്ഷെ നമ്മുടെ എക്സ്പെക്റ്റഡ് മിക്സ് എന്തായിരുന്നു? 5:10 അല്ലെങ്കിൽ 400:800. അതായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റഡ് മിക്സ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയെ നമ്മുടെ എക്സ്പെക്റ്റഡ് മിക്സ് പ്രകാരം എന്താവുമായിരുന്നു അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? ആക്ച്വൽ ക്വാണ്ടിറ്റിയെ എക്സ്പെക്റ്റഡ് മിക്സ് പ്രകാരം എന്തായിരിക്കുമോ ആവേണ്ടത് എന്നതാണ് നമ്മളിവിടെ എഴുതുന്നത്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്, അതായത് എക്സ്പെക്റ്റഡ് മിക്സ്. ഈ പെർ യൂണിറ്റ് ബേസിസ് എടുത്താലും ഈ ബേസിസിലെടുത്താലും സെയിം തന്നെ ആൻസർ വരത്തുള്ളൂ. ഓക്കെ, ഞാൻ ടോട്ടൽ ബേസിസിലാണ് നമ്മൾ ആൻസർ എപ്പോഴും പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ഇതെടുത്തത്. പിന്നെ ഈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് നമ്മളിവിടെ ബഡ്ജറ്റ് എന്ന് എഴുതിയിരിക്കുന്ന എന്താ ഡൗട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ബേസിസിന്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ബേസിസിന്. ഒത്തിരി ബുക്സിൽ ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് തന്നെ മെൻഷൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയെ നമ്മൾ സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ പ്രൊപ്പോർഷനിലെടുത്തു. അപ്പോൾ എന്താണോ മിക്സ് വരുന്നത് അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. അപ്പോൾ 1350 into 400 divided by 1200. 1350 into 800 divided by 1200. Clear? Okay. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും എക്സ്പ്ലനേഷൻ നടത്തുന്നത്. ബട്ട് സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ അധികം ചെയ്യേണ്ടി വരത്തില്ല. ആൻഡ് വിത്തൗട്ട് മൈ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആൻസർ പ്രസൻറ്റ് ചെയ്യാം. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. അതെന്തിൻ്റെയൊക്കെയാണ്? ഫ്ലാഷിൻ്റെയും ബാങ്കിൻ്റെയും.
ഓക്കെ. പിന്നെന്താ ചോദിച്ചേക്കുന്നത്? മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ആദ്യം ഈൽഡ് എഴുതണം എന്ന് അല്ലേ? അപ്പോൾ ഫസ്റ്റ്ലി മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്, പിന്നെ മിക്സ് വേരിയൻസ് എഴുതും നമ്മൾ. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഫോർമുല പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം. ഓക്കെ. ഇനി നമ്മൾ എന്താ പഠിച്ചത്? മെറ്റീരിയലിന് എപ്പോഴും സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ചെയ്യും. അപ്പോൾ യൂസേജ് എന്ന് പറയുന്നത് എന്തിനെ റിലേറ്റഡ് ആ? ക്വാണ്ടിറ്റി ആയിട്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എവിടെ? ഓക്കെ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ടോട്ടൽ ഞാൻ പറഞ്ഞു, നെഗറ്റീവ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ അഡ്വേഴ്സ് എന്നും, പോസിറ്റീവ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഫേവറബിൾ എന്നും പറയും. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഇനി മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസിൻ്റെ ഫോർമുല എന്താ പഠിച്ചത്? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് ഇൻടു സ്റ്റാൻഡേർഡ് റേറ്റ്. സെയിം ഫോർമുല നമ്മൾ താഴത്തേന് അപ്ലൈ ചെയ്തു, ടോട്ടൽ കണ്ടുപിടിച്ചു. നെഗറ്റീവ് ആയതുകൊണ്ട് അതിനെന്ത് പറയും? അഡ്വേഴ്സ്. ഓക്കെ. ഇനി മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. എന്താണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻടു സ്റ്റാൻഡേർഡ് റേറ്റ്. Clear? Negative adverse, positive favorable, and some. Clear ആണോ? Clear ആണോ? ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഈ ബഡ്ജറ്റ് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ബഡ്ജറ്റ് എഴുതാൻ കാരണം ഒന്നല്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് പെർ യൂണിറ്റ് എന്ന് പറയാം, ഇത് സ്റ്റാൻഡേർഡ് ഫോർ ടോട്ടൽ അങ്ങനെ പറയാം. പക്ഷേ അങ്ങനെ എഴുതാൻ നമ്മൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബേസിസിൽ ആക്ച്വൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തോരം എക്സ്പെക്റ്റഡ് വേണ്ടി വരും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് ഓൺ ടോട്ടൽ ബേസിസ് എന്ന് പറയാം. ഇപ്പം ക്ലിയർ ആണോ? ആൻഡ് നമ്മൾ വേരിയൻസസ് എപ്പോഴും ടോട്ടൽസിലായിരിക്കും കണ്ടുപിടിക്കുക, പെർ യൂണിറ്റ് ബേസിസ് അല്ല. ഓക്കെ ഓക്കെ. സോ ഇനി നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ആൻസർ എന്ന്. ഓക്കെ, ഫസ്റ്റ്ലി അവർ യൂസേജ് വേരിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 250 അഡ്വേഴ്സ്. നമ്മളുടെ ആൻസർ മാച്ച് ആവുന്നുണ്ട്, 250 അഡ്വേഴ്സ്. നെക്സ്റ്റ് മിക്സ് വേരിയൻസ് കണ്ടുപിടിച്ചു. എത്രയാണ്? 150 ഫേവറബിൾ. അവർ എത്ര കുറച്ച് കാൽക്കുലേഷൻസ് കൂടുതലൊക്കെ ചെയ്ത് എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് വന്നുകൊണ്ടാണ് ഇങ്ങനെ എത്തിയത്. ബട്ട് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, നമ്മുടെ ഈ ഒരു ഫോർമാറ്റ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ആൻസർ മാച്ച് ആവുന്നുണ്ട്. 150 ഫേവറബിൾ, 150 ഫേവറബിൾ. നെക്സ്റ്റ് ഈൽഡ് വേരിയൻസ് 400 അഡ്വേഴ്സ്, 400 അഡ്വേഴ്സ്. സി നമ്മളുടെ ആൻസർ മാച്ച് ആവുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു 6 or 7 മാർക്സിന് വരാം. ഈ ഫുൾ ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് 1 and 2 6 or 7 മാർക്സിന് വരാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ചോദിച്ചേക്കുന്നത്? കാൽക്കുലേറ്റ് ദ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആൻഡ് ഡിറ്റർമൈൻ വെദർ ഇറ്റ് ഇസ് അഡ്വേഴ്സ് ഓർ ഫേവറബിൾ.
അതവർ പറഞ്ഞില്ലെങ്കിലും നമ്മൾ ചെയ്യും. റൈറ്റ്? നമ്മൾ വേരിയൻസ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ അഡ്വേഴ്സ്, പോസിറ്റീവ് ആണെങ്കിൽ ഫേവറബിൾ. അതിവർ പറയണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പോൾ മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഈൽഡ് വേരിയൻസ് ആൻഡ് വെദർ ഇറ്റ് ഇസ് അഡ്വേഴ്സ് ഓർ ഫേവറബിൾ. ഓഫ് കോഴ്സ് നമ്മൾ അവർ പറഞ്ഞില്ലെങ്കിലും അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി ഫോർമാറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ്, ബഡ്ജറ്റ്, actual quantity in standard mix, and actual quantity, quantity, rate, amount, quantity, rate, amount, and quantity, rate, amount. ഞാൻ എന്താ പറഞ്ഞത്? ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. Brenda and Eddie are analyzing the main ingredients to a basic pasta sauce. The standard ingredients for one batch of tomato sauce. എന്താ പറയുക എഴുതിയിരിക്കുന്നത്? വൺ ബാച്ച്. ഓക്കെ, എന്താ എഴുതിയിരിക്കുന്നത്? ഓണിയൻസ് 5 kg. അപ്പോൾ ഓണിയൻസ് ഉണ്ട്, എൻ്റെ മെറ്റീരിയൽസ് ഓണിയൻ ഉണ്ട്, പിന്നെ ടൊമാറ്റോ എന്താ എഴുതിയത്? 5 kg ഓണിയൻ ആൻഡ് 5 kg ടൊമാറ്റോ at rupees 2 per kg and rupees 4 per kg. നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചു. ഡൺ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? ഡ്യൂറിങ് ജൂൺ 100 batches of sauce were prepared. ടോട്ടൽ ഔട്ട്പുട്ട് 100, ആക്ച്വൽ ഔട്ട്പുട്ട് 100 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 100ൻ്റെ നമ്മൾക്ക് എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കണം? അത് നമ്മളിവിടെ കണ്ടുപിടിക്കണം. എത്രയാ? 100 into 5 kg, 100 into 5 kg. റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിടത്തും റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് അവസാനം വരാം. അതിന് ഫുൾ ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, ഈ 100 batch ഓഫ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ആക്ച്വലി യൂസ് ചെയ്തത് ഓണിയൻസ് 600 kg ആണ്, ആൻഡ് ടൊമാറ്റോസ് 900 kg. ക്വസ്റ്റ്യൻ അവിടെ തീർന്നു. റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ സെയിം റേറ്റ്സ് യൂസ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മൾ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ചു. $622, 1,200, 924,000, 3,600. ഇനി എന്താ ബാലൻസ് ഉള്ളത്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ കാണണം, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ കാണണം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓൺ ടോട്ടൽ ബേസിസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? കാൽക്കുലേഷൻ ഉള്ളത്. ആക്ച്വൽ ക്വാണ്ടിറ്റി in standard mix, actual quantity in standard mix. ഫുൾ ഫോർമാറ്റ് തയ്യാറായി. ഇനി എന്താ അവർ ചോദിച്ചേക്കുന്നത്? മെറ്റീരിയൽ yield വേരിയൻസ് ഓണിയൻ്റെയും ടൊമാറ്റോൻ്റെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവർ ചോദിച്ചത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഓണിയൻ്റെയും ടൊമാറ്റോൻ്റെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ yield വേരിയൻസ്? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സെയിം ഫോർമുല ടൊമാറ്റോന് അപ്ലൈ ചെയ്തു, നമ്മൾ സമ്മ കണ്ടുപിടിച്ചു. ഓണിയൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻ actual quantity in standard mix minus actual quantity into standard rate. Sum നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? അഡ്വേഴ്സ്. പോസിറ്റീവ് ആണെങ്കിൽ ഫേവറബിൾ, നെഗറ്റീവ് ആണെങ്കിൽ അഡ്വേഴ്സ്. സോ ഇതാണ് കാൽക്കുലേഷൻ. ഫസ്റ്റ്ലി ഈ ഒരു ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ
സ്റ്റാൻഡേർഡിന് ഫുള്ളായിട്ട് എഴുതുന്നു, ബഡ്ജറ്റിന് ഫുള്ളായിട്ട് എഴുതുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. SB, AQ ഇൻ SM, AQ അങ്ങനെ മാത്രം എഴുതി പോയാൽ മതി. ഇത് AQ അല്ല, ആക്ച്വൽസ് ആണ്. ഇവിടെ ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ടിൻ്റെ പകരം QRA എന്ന് എഴുതി പോയാൽ മതി. നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടണം. നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ജസ്റ്റ് ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത്രയും പാർട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ബാക്കി ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താലും മതി. ക്ലിയർ? ഓക്കെ. സോ നമുക്ക് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. $1,500 adverse. Yield variance 1,500 adverse. Correct ആണ്. Mix variance 300 adverse. Mix variance 300 adverse. നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. അതിന് അവർ എത്ര കാൽക്കുലേഷൻ ചെയ്തു നോക്കുക ഫസ്റ്റ്ലി. നമ്മുടെ ഈ ഒരു ഫോർമാറ്റിനാണെങ്കിൽ ആൻസർ ഒറ്റയടിക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊന്ന് നോക്കി നോക്കാം. ചേഞ്ചിങ് ദ മിക്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ മിക്സ് വേരിയൻസിനെ കുറിച്ചാണ് അവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി കുറയും, അങ്ങനെ മിക്സിൽ ചേഞ്ചസ് വരുത്തിയായിരുന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്, ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ. The following statements have been made about the implication of changing the mix of materials used in the production of soap. ഓക്കെ, ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത്, അതിനെ കുറിച്ച് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്. ഓക്കെ. Using proportionally more of the cheaper ingredients will always lead to lower yields. ഓക്കെ, അവർ പറയുന്നത് ചീപ്പായിട്ട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് കുറവ് ഈൽഡാണ് കിട്ടുന്നതെന്ന്. ആണോ? എപ്പോഴും നമുക്ക് കുറവ് ഈൽഡാണോ? ഓക്കെ, നമ്മൾ ചീപ്പായിട്ടൊരു സാധനം യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് പറയും. ഇപ്പോൾ ഞാനൊരു ചീപ്പായ പ്രൊഡക്ഷൻ തുടങ്ങി, സാധനങ്ങൾ വിൽക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഞാനൊരു കസ്റ്റമറിനെ സെല് ചെയ്യണം. ഞാനത് ചീപ്പ് യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയത്, ചീപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഉണ്ടാക്കി. അപ്പോൾ കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിച്ചു. കസ്റ്റമേഴ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പ് അവർക്കറിയോ ഞാനിത് ചീപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയതെന്ന്? ഇല്ല, അവർക്കറിയില്ല. എനിക്കറിയാം ഞാനത് ചീപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ബട്ട് കസ്റ്റമേഴ്സിനറിയോ? ഇല്ല. പക്ഷേ ഇതേ കസ്റ്റമർ അത് ഉപയോഗിച്ചിട്ട് രണ്ടാമത് വരുമ്പോൾ അവർക്കറിയാലോ, അപ്പോൾ അവർ വാങ്ങത്തില്ല. പക്ഷെ ഫസ്റ്റ് ടൈം എന്താ, അവർ വാങ്ങിയിട്ട് പോകും. അപ്പോൾ എപ്പോഴും കുറവ് ഔട്ട്പുട്ടായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു സിനാരിയോ ബേസ് വെച്ച് നോക്കുമ്പോൾ യൂസിങ് പ്രൊപ്പോർഷണലി മോർ ചീപ്പർ ഇൻഗ്രീഡിയൻസ് വിൽ ഓൾവേസ് ലീഡ് ടു ലോവർ yields. ഇത് ഞാനൊരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സിനാരിയോയിട്ട് കണക്ട് ചെയ്യരുത്. ഇത് ഈൽഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനിത് ജസ്റ്റ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ലോവർ yields ആയിരിക്കത്തില്ല. ക്വാളിറ്റി കുറയുമ്പോൾ ഔട്ട്പുട്ടും അതനുസരിച്ചായിരിക്കും കുറയാനായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ എപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ മെയ് ലീഡ് ടു ആണെങ്കിൽ നമുക്ക് ഓക്കെ ഇത് ട്രൂ എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ഇത് എപ്പോഴും ലോവർ ഈൽഡേ വരുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വായിച്ച് നോക്കാം. ഓൾട്ടറിങ് ദ മിക്സ് കുഡ് എഫക്ട് ദി ടേസ്റ്റ് ആൻഡ് ദെയർഫോർ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്. ഓഫ് കോഴ്സ് നമ്മളൊരു മിക്സ്, നമ്മുടെ ഫ്രൂട്ട് ജ്യൂസിൻ്റെ എക്സാമ്പിൾ കണ്ടു, നമ്മുടെ പപ്പായ ജ്യൂസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഓഫ് കോഴ്സ് നമ്മൾ മിക്സ് മാറ്റുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ആൻഡ് ടേസ്റ്റ് വ്യത്യാസം വന്നാൽ ഇങ്ങനെ വിൽക്കുന്നതിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് പറയുമ്പോൾ അത് ആൾക്കാർ വാങ്ങത്തില്ല. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സോൾട്ട് കുറയും, എഫക്റ്റ് ആവും. ട്രൂ, കറക്റ്റ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നമുക്ക് ആൻസർ നോക്കി നോക്കാം. സബ്മിറ്റ് യെസ്.
See, using cheaper ingredients in the mix could lead to lower yields. Could. ഞാൻ പറഞ്ഞില്ലേ മെയ് ആയിരുന്നെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു കുഡ് എന്നാക്കി. ബട്ട് ദിസ് വിൽ നോട്ട് ഓൾവേസ് ബി ദ കേസ്. എപ്പോഴും ഇതായിരിക്കണമെന്നില്ല. ഹവർ റെസിപ്പി മാറ്റുവാണെങ്കിൽ, അതായത് മിക്സ് മാറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ടേസ്റ്റിനും ക്വാളിറ്റിക്കും ഇമ്പാക്റ്റ് ഉണ്ടാവും. സോ നമ്മുടെ ആൻസർ കറക്റ്റാണ്. നെക്സ്റ്റ്, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. MCQ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ MCQയിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർമാറ്റ് വേണമെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാം, കാരണം ഇത് MCQ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അധികം ഒന്ന് കുത്തിയൊന്നും എഴുതണ്ട. സ്റ്റാൻഡേർഡ് എന്ന് എഴുതി, ബഡ്ജറ്റ് എഴുതി, ആക്ച്വൽ ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് മിക്സ് എഴുതി, ആക്ച്വൽ ക്വാണ്ടിറ്റി എഴുതി, quantity, rate, amount, quantity, rate, amount, quantity, rate, amount. മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അവർ പറയുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ചെയ്യാം. A company manufactures a fruit flavored drink by mixing two liquids A and G. The mix പറഞ്ഞിട്ടുണ്ട് എയും ജിയും. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ 10 liters, പെർ ലിറ്റർ അല്ല 10 ലിറ്റർ തന്നേക്കുന്നത്. ഓക്കെ, 10 ലിറ്റേഴ്സ് ഉണ്ടാക്കാൻ 5 ലിറ്റേഴ്സ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് ഫോർ 10 liters, 5 liters of A at 16, 6 liters of A at 25. എമൗണ്ട് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇവിടെ നമ്മൾ 10 ലിറ്റേഴ്സിനാണ് എഴുതിയേക്കുന്നത്, അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇവിടെ പെർ യൂണിറ്റ് ആയിരുന്നു നമ്മളെപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ നമ്മൾ 10 ലിറ്റർ എഴുതി, കാരണം ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഡ്യൂറിങ് ഓഗസ്റ്റ് ദ കമ്പനി പ്രൊഡ്യൂസ് 4,800 ലിറ്റേഴ്സ്. അപ്പോൾ 4,800 ലിറ്റേഴ്സ് ഉണ്ടാക്കാൻ എത്ര മെറ്റീരിയൽസ് വേണ്ടി വന്നു? ഇൻറ്റു 5. പക്ഷേ അത് 10 ലിറ്റേഴ്സിന് വേണ്ടിയായിരുന്നു. അപ്പം നമുക്ക് പെർ ലിറ്റർ ആണെങ്കിൽ എന്തൊക്കെ വേണ്ടി വരും? ഡിവൈഡഡ് ബൈ 10. ക്ലിയർ ആണോ? 4,800 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തോരം മെറ്റീരിയൽ വേണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 10 മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ്, 10 ലിറ്ററിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ 5 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 1 ലിറ്ററിൻ്റെ കോസ്റ്റ് കിട്ടും. ക്ലിയർ ആണോ? ബേസിക് മാത്തമാറ്റിക്സ് ആണ്. 10 ലിറ്ററിന് 5 ലിറ്റർ വേണം. അപ്പോൾ 1 ലിറ്ററിന് എത്ര വേണം? 5 ഡിവൈഡഡ് ബൈ 10. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, വെച്ചു. 10 ലിറ്ററിന് വേണ്ടി വന്നത് 5 ലിറ്റർ. അപ്പോൾ 1 ലിറ്ററിന് എത്ര വേണം? 1 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 10. ബേസിക് മാത്സ്. 1 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 10, 0.5. ഓക്കെ, അപ്പോൾ 4,000 ഇൻറ്റു 4,800 ഇൻറ്റു 0.5 എത്രയാണ്? 2,400. അതാണ് നമ്മളിവിടെ എഴുതിയത്. ബേസിക് മാത്സ് ആണ്. 10 ലിറ്ററിന് 5 ലിറ്റർ വേണ്ടിയിരുന്നു. അപ്പോൾ 1 ലിറ്ററിന് എത്ര വേണം? 1 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 10. ക്ലിയർ? ഓക്കെ. റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം ഫുള്ളി. ദിസ് വാസ് 200 liters below the budgeted production. ഈ ബഡ്ജറ്റ് ചെയ്തതിനെക്കാട്ടും 200 liters കുറവായിരുന്നു. ഓക്കെ. The company purchased and used 2,200 liters of A480. അപ്പോൾ ആക്ച്വൽ 4,800 യൂണിറ്റ്സ്, ലിറ്റർ, യൂണിറ്റ്സ് അല്ല,
ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടി 2200 ലിറ്റർ ഓഫ് എ യൂസ് ചെയ്തു. എത്ര രൂപയുടെ ആയിരുന്നു? 18 പെർ ലിറ്റർ. ആൻഡ് ജെ എത്ര യൂസ് ചെയ്ത്? 2750 അറ്റ് 21 റുപ്പീസ് പെർ ലിറ്റർ. നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചു, ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ചെയ്ത്. ഇനി ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയെന്ന് കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ടോട്ടൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ സെയിം റേറ്റ് യൂസ് ചെയ്തുകൂടെ. കാരണം ഇതെന്താണ്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർ ആക്ച്വൽ യൂണിറ്റ്സ്. ഓക്കെ, ടോട്ടൽ ബേസിസിൽ എത്ര പേരുണ്ട്? സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ബഡ്ജറ്റ്, പക്ഷേ ആക്ച്വൽ ഔട്ട്പുട്ട് എന്നാണ്. ആക്ച്വൽ ഔട്ട്പുട്ടിന് എക്സ്പെക്റ്റേഷൻ. ഇനി നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മിക്സ് കണ്ടുപിടിച്ചു. ആക്ച്വൽ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ആക്ച്വൽ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ഇതിൻ്റെ ടോട്ടൽ 4950 തന്നെയായിരിക്കും. വെരിഫൈ ചെയ്തു നമ്മൾ. ഇനി എന്താ ചോദിച്ചാൽ മെറ്റീരിയൽ ഈൽഡ്. മെറ്റീരിയൽ ഈൽഡിൻ്റെ ഫോർമുല എന്താണ്? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സം ചെയ്തു. ഇതും നമ്മൾ എന്താ ചെയ്തത്? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇത് എയ്ക്കും ഇത് ജെയ്ക്കും. ടോട്ടൽ വേരിയൻസ് എത്രയാണ്? ടോട്ടൽ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 6900. 6900 ഫേവറബിൾ. യെസ്, കറക്റ്റ്. സി 6900 ഫേവറബിൾ. ക്ലിയർ ആണോ? ഓക്കെ. Additional production control methods. So മെറ്റീരിയൽ റിഗാർഡിങ് ഇത്ര ക്വസ്റ്റ്യൻസേ നമ്മുടെ ബുക്കിലുള്ളൂ. സോ നമുക്ക് ആസ് ഓഫ് ടുഡേ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഐ വോണ്ട് യു പീപ്പിൾ ടു റിവൈസ് ദിസ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കണം. ബിക്കോസ് അടുത്ത എല്ലാ കോൺസെപ്റ്റ്സും മെറ്റീരിയൽ ആണെങ്കിൽ, ഓവർ ഹെഡ് ആണെങ്കിൽ, സെയിൽസ് ആണെങ്കിൽ ഫുള്ളി റിലേറ്റഡ് ടു മെറ്റീരിയലാണ്. സെയിം കോൺസെപ്റ്റ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും അത് പറയുന്നത്. ബിക്കോസ് സെയിം കോൺസെപ്റ്റ്, സെയിം ഫോർമുല തന്നെയാണ്. സോ ഐ വോണ്ട് യു പീപ്പിൾ ടു റിവൈസ് ദിസ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറച്ചെടുത്തത്. ആൻഡ് ഈ എടുത്ത പാട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം വരാൻ. ആൻഡ് ഞാൻ ഈച്ച് സ്റ്റുഡൻറ്റിനോട് ചോദിക്കും. ഓക്കെ, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ചാർട്ട് മാത്രമാണ്. ഈ ഒരു ചാർട്ട് പഠിക്കാൻ എത്ര ടൈം വേണം നിങ്ങൾക്ക്? നമ്മൾ കൂടുതലൊന്നും എടുത്തിട്ടില്ല ഇന്നത്തെ ക്ലാസ്സിൽ. ബട്ട് ഇന്നത്തെ ക്ലാസ്സാണ് ഏറ്റവും ബേസിക് ക്ലാസ്. ഈ ഒരു ചാർട്ട് മാത്രം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ അവിടെ ഞാൻ ഫോർമുല എഴുതിയിട്ടില്ല. ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ക്ലിയർ ആണോ? മെറ്റീരിയലിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, ഈ ഒരു ചാർട്ട് മാത്രം ഫിംഗർ ടിപ്സിൽ ഉണ്ടാവണം നെക്സ്റ്റ് ക്ലാസ്സിൽ. ക്ലിയർ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ടുഡേ. Thank you and have a nice day, students. So bye, take care.